അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ, എന്താണ് AMMയിൽ സംഭവിച്ചത് എന്നത് പ്രേക്ഷകർക്ക് അറിയണ്ടേ? ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ പറയും എന്താണ് അവിടെ സംഭവിച്ചത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. AMMയിൽ യുവതാരങ്ങളെ നേതൃപദവികളിലേക്ക് പരിഗണിച്ചേക്കും. മുഖം മിനുക്കാൻ തലമുറ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് നീക്കം. തെരഞ്ഞെടുപ്പിൽ സമവായം വേണ്ട എന്നാണ് ധാരണ. പണ്ടൊക്കെ അതായിരുന്നു സമവായം. ഒരാൾ വരുന്നു, അയ്യോ അച്ഛാ പോവല്ലേ. പ്രസിഡന്റ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് 1/4 നൂറ്റാണ്ടാണ് കേട്ടോ, 25 വർഷം. വനിതാ സംവരണം ഉറപ്പാക്കണമെന്നും WCC അംഗങ്ങൾ മടങ്ങി വന്നാൽ അംഗത്വം നൽകണമെന്നും ഒരു വിഭാഗത്തിന് ആവശ്യമുണ്ട്. അതേസമയം ജഗദീഷിനെതിരെ ഒരു വിഭാഗവും രംഗത്തെത്തി. നല്ല പിള്ള ചമയാൻ ജഗദീഷ് AMMയെ തൂക്കി വിറ്റു എന്നാണ് ആക്ഷേപം. ജഗദീഷിന്റെ നിലപാടാണ് അല്പമെങ്കിലും മുഖം രക്ഷിച്ചതെന്നാണ് മറ്റൊരു കൂട്ടരുടെ വാദം. സംഘടനയിലെ പിളർപ്പ് ഒഴിവാക്കാനായിരുന്നു എന്ന് പലരും പറയുന്നത്. കൂട്ടമായുള്ള രാജി ഒടുവിൽ ആ പിളർപ്പ് ഒഴിവാക്കാനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അനന്യ, സരയു, വിനു മോഹൻ, ടൊവിനോ ഈ 4 പേരും രാജിവെക്കുന്നതിനോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായി പറഞ്ഞു. പക്ഷേ ആ ഒടുവിൽ ഭൂരിപക്ഷം അതാണെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് നമ്മൾക്ക് ബോധ്യമാവുന്നത്. അല്ലമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുൺ, വലിയ തരത്തിലുള്ള തർക്കങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. നേതൃത്വത്തിനെതിരെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണവുമായി രംഗത്തേക്ക് വന്നതൊക്കെയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഒരു ഔദ്യോഗിക ചേരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളെ വലിയ രീതിയിൽ വിഷമവൃത്തത്തിലാക്കിയത്. എന്ന് മാത്രമല്ല, ജനറൽ ബോഡി വിളിക്കണമെന്നൊരു ആവശ്യവും ശക്തമായി ഉയർന്നു വന്നിരുന്നു. 500-ലേറെ പേരുണ്ട്. ജനറൽ ബോഡി വിളിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രതിരോധിക്കാനാകാതെ ബുദ്ധിമുട്ടുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ളൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ചൊഴിയാമെന്നൊരു തീരുമാനത്തിലേക്ക് മോഹൻലാൽ വ്യക്തിപരമായി എത്തുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. മോഹൻലാൽ വ്യക്തിപരമായി എത്തുന്നത് ആ ആശയം മറ്റു കമ്മിറ്റി അംഗങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു. പക്ഷേ പലരും നേരത്തെ അനന്യ സൂചിപ്പിച്ചതുപോലെ ജഗദീഷ് ഉൾപ്പെടെ, അനന്യ ഉൾപ്പെടെ, സരയു മോഹൻ ഉൾപ്പെടെ, വിനു മോഹൻ ഉൾപ്പെടെ, ടൊവിനോ ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർക്കുകയായിരുന്നു. അങ്ങനെ രാജിവെച്ച് പോവുക എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ ഒളിച്ചോടുകയല്ല വേണ്ടത്. പകരം കൃത്യമായി നിലപാട് പറഞ്ഞ് നട്ടലുയർത്തി നടപടിയെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനെയും പ്രതിരോധിക്കാനാകുമെന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. പക്ഷേ ആ ചർച്ചകൾക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ജഗദീഷ് ഉൾപ്പെടെ, ടൊവിനോ തോമസ് ഉൾപ്പെടെ, വിനു മോഹൻ ഉൾപ്പെടെ, അനന്യ ഉൾപ്പെടെ, സരയു മോഹൻ ഉൾപ്പെടെ 5 പേർ മാത്രമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയിൽ ഒരു എതിർസ്വരം ഉയർത്തിയത്. ബാക്കി കമ്മിറ്റിയിലെ 12 പേരും ഒരേ സ്വരത്തിൽ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. എന്ന് മാത്രമല്ല, ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നത് അടക്കമുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒരു കൂട്ടർ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വിഭാഗവും അതോടൊപ്പം അവരെ അനുകൂലിക്കുന്ന സംഘടനയിലെ മറ്റുള്ളവരും ഉയർത്തുകയും ചെയ്തു. ജഗദീഷിന് ഈ വിഷയത്തിൽ സ്വാർത്ഥ താല്പര്യം എന്നുള്ളൊരു വിമർശനമാണ് ഉയർന്നു വന്നത്. സ്വന്തം താല്പര്യം സംരക്ഷിക്കാനും ക്യാമറയിൽ ഒരു അറ്റൻഷൻ കിട്ടാനും മാധ്യമങ്ങളിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനും സംഘടനയെ തൂക്കി വിൽക്കുന്ന നിലപാടാണ് ജഗദീഷ് സ്വീകരിച്ചത് എന്നുള്ള വലിയ വിമർശനം കൂടി ഉയർന്നു വന്നു. അങ്ങനെ ഒരു വിമർശനം വരാൻ കാരണം സിദ്ദീഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതെല്ലാം സിദ്ദീഖ് ഔദ്യോഗിക സ്വരത്തിൽ പറഞ്ഞതിനെല്ലാം വിരുദ്ധമായ നിലപാടാണ്. അതും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ ജഗദീഷ് സ്വീകരിച്ച ആ പരസ്യ നിലപാടും അമ്മയ്ക്കെതിരായ സംഘടനയ്ക്കെതിരായ ഒരു പൊതുവികാരം രൂപപ്പെടുന്നതിന് കാരണമായി. അതുകൊണ്ട് തന്നെ ജഗദീഷ് സ്വീകരിച്ച നിലപാട് ശരിയല്ല. എന്ന് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിൽ നിലപാട് പറയണമെന്ന അഭിപ്രായം വരികയും ചെയ്തപ്പോൾ ജഗദീഷ് ഉൾപ്പെടെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, എടുത്തു ചാടി ഒരു അഭിപ്രായം പറയേണ്ടതില്ല, കാര്യങ്ങൾ പഠിച്ച് പ്രതികരിച്ചാൽ മതി എന്ന് നിലപാട് സ്വീകരിച്ച ജഗദീഷാണ് പിന്നീട് സംഘടന നിലപാട് പറഞ്ഞപ്പോൾ അതിന് വിരുദ്ധമായി പറഞ്ഞതും അമ്മയ്ക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞതും സംഘടന പ്രതികരിക്കുന്നതിന് വൈകി എന്ന് പറഞ്ഞതും. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പ് നയമാണ് ജഗദീഷിന് എന്നതാണ് ജഗദീഷിനെതിരെ ഉയർന്നു വന്ന വിമർശനം. അങ്ങനെ ജഗദീഷിനെ മാത്രം തല്ലി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട എന്നതായിരുന്നു മറ്റൊരു കൂട്ടരുടെ നിലപാട്. കാരണം ജഗദീഷ് സ്വീകരിച്ച നിലപാടാണ് അല്പമെങ്കിലും സംഘടനയ്ക്ക് ഒരു മുഖം സംരക്ഷിക്കാൻ ഇടയാക്കിയത് എന്നുള്ളൊരു അഭിപ്രായവും ഉയർന്നു വന്നു. അങ്ങനെ ജഗദീഷിനെ എതിർത്തും വിമർശിച്ച് അനുകൂലിച്ചുമൊക്കെയുള്ള ചർച്ചകളും ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ ഈ ചർച്ചകൾ പല വഴിക്ക് വഴിമാറുകയും പല തർക്കങ്ങളിലേക്ക് പോവുകയും അംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു ഭിന്നസ്വരം അത് മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാജിവെച്ചൊഴിയുക എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതും അത്തരമൊരു നടപടിയിലേക്ക് പോയതും.
ഇനി അറിയേണ്ടത് അരുൺ, ഇനി എന്താണ് അമ്മയിൽ നടക്കാൻ അല്ലെങ്കിൽ സംഘടനയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ തയ്യാറായി പലരും വരുമ്പോൾ ഒരു സമവായ സ്വരത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു പതിവ്. ഇനി അങ്ങനെ ഒരു സമവായത്തിന്റെ ആവശ്യമില്ല, മത്സരിക്കാൻ തയ്യാറായി വരുന്നവരൊക്കെ മത്സരിച്ചോട്ടെ എന്നൊരു നിലപാട് കൂടി ഇപ്പോൾ ഔദ്യോഗിക ചേരിയിൽ നിൽക്കുന്നവരൊക്കെ എടുക്കുകയാണ്. അങ്ങനെ മത്സരിക്കാൻ തയ്യാറായി വരുന്നവർ വരട്ടെ എന്ന് മാത്രമല്ല, ഒരു യുവതുർക്കികൾ പലപ്പോഴും വിമർശനം ഉന്നയിക്കാറുണ്ട്. പലതരത്തിലുള്ള പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള എതിർസ്വരം ഉയർത്തിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച സമയത്ത് ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ളവർ ആ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വരട്ടെ എന്നൊരു അഭിപ്രായം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര് എന്നൊരു ചോദ്യമുണ്ട്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, അതോടൊപ്പം തന്നെ ആസിഫ് അലി, ടൊവിനോ തോമസ് തുടങ്ങിയവർ സംഘടനയുടെ നേതൃതലത്തിലേക്ക് വരട്ടെ, ഒരു കരുത്തുറ്റ വനിത ജനറൽ സെക്രട്ടറി ആവട്ടെ എന്നൊരു അഭിപ്രായം കൂടി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ വലിയ തിരക്കുള്ള ഈ യുവ താരങ്ങൾ അങ്ങനെ ആ ഒരു റിസ്ക് എടുക്കാനും ആ ഒരു നേതൃചേരിയിലേക്ക് വരാനും ഒക്കെ തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനമാണ്. ഏതായിരുന്നാലും ജനറൽ ബോഡി വിളിച്ചായിരിക്കും അത്തരം ചർച്ചകളിലേക്ക് പോവുക. ഒപ്പം WCC ഈ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ, സംഘടനയിൽ ഉയർന്ന തർക്കങ്ങൾക്ക് പിന്നാലെ സംഘടന വിട്ടുപോയ വനിതകൾ ഒരുപാട് പേരുണ്ട്. WCCക്ക് ഇപ്പോഴും ഒരു ഐത്തം കൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ മടങ്ങി വരാൻ സന്നദ്ധരായാൽ അവരെയൊക്കെ കൊണ്ടുവരണം എന്നൊരു അഭിപ്രായവുമുണ്ട്. അവർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം കൂടി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവതാരങ്ങളും കരുത്തുറ്റ വനിതകളുമൊക്കെ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ WCCയിലെ അംഗങ്ങൾ സംഘടനയിലേക്ക് AMMയിലേക്ക് മടങ്ങി വരുന്നത് ആലോചിക്കും. അങ്ങനെ വന്നാൽ അവരെ പരിഗണിക്കുമെന്ന് അടക്കമുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും സംഘടനയിൽ വലിയ കലഹമുണ്ടായിട്ടുണ്ട്, വലിയ ചേരിപ്പോരുണ്ടായിട്ടുണ്ട്, വലിയ ചേരിതിരിവുണ്ടായിട്ടുണ്ട്. അതിനൊടുവിലാണ് ഈ കൂട്ടരാജി എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു തീരുമാനം വരുമ്പോഴും അതിനുള്ളിൽ പോലും ഭിന്നതയുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ നൽകിയ വാർത്തയാണ്. ഇന്നലെ തന്നെ അതിലും ഭിന്നതയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭിന്നസ്വരം ഉയർത്തിയ ആളുകൾ പരസ്യമായി പ്രതികരിച്ച് രംഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരു പ്രേക്ഷകൻ പറയുന്നു, വീട്ടിലെ TV-യുടെ കണക്ഷൻ ഞാൻ ഊരി വിട്ടു കേട്ടോ, കൊച്ചുങ്ങളുമായിട്ടിരുന്ന് ഈ വാർത്ത കാണാൻ പറ്റത്തില്ലല്ലോ ദൈവമേ എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഇതൊക്കെ വാർത്തയെ സംഭവിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റത്തില്ല. അതും നമ്മളൊക്കെ ആരാധിച്ചിരുന്ന താരങ്ങൾ, ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത് നമ്മളും ഹൃദയവേദനയോടുകൂടിയാണ് അറിയുന്നത്. പക്ഷേ നമ്മുടെ വേദനയെക്കാളൊക്കെ എത്രയോ ഇരട്ടി വേദനയാണ് ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ നടിമാർ അനുഭവിച്ചിട്ടുണ്ടാവുക. ആ താരങ്ങളുടെ നിസ്സഹായാവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന നിലപാടിൽ തന്നെയാണ് റിപ്പോർട്ടർ TV. നടി ആക്രമിച്ച നിമിഷം മുതൽ നടിക്കൊപ്പം നിന്ന്, അതിജീവിതയ്ക്കൊപ്പം നിന്ന് നിലപാടെടുത്ത ഒരു ചാനലാണ് റിപ്പോർട്ടർ TV എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുള്ളൂ. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. നമ്മൾ ഇന്നും അന്നും എന്നും എടുത്ത നിലപാട് ഒരേ ഒരു നിലപാടാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടി സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടി ഉയർത്തുന്ന ആവശ്യങ്ങൾ അത് പരിഗണിക്കുന്നത് വരെ, അതിനിടയിൽ കോടതി ഇടപെടുന്നത്, കോടതിയുടെ ഭാഗത്തുനിന്ന് ചോർച്ചയുണ്ടാവുന്നത്, ആ നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെടുന്നത്, ഈ വാർത്തയെല്ലാം പ്രേക്ഷകർ കണ്ടത് റിപ്പോർട്ടർ TVയിലൂടെയാണ്. ഈ പവർ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റിപ്പോർട്ടർ TV നിന്നു. അന്നും ഇന്നും ഇനി എന്നും അങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ വാർത്തയോട് പല ആളുകൾക്കും നീരസമുണ്ടാവും. നമ്മൾ വിളിച്ചൊക്കെ പറയും, വിടാറായില്ലേടെ. ഇല്ല, വിടാറായിട്ടില്ല. അത് ഏതെങ്കിലും മനുഷ്യർക്കെതിരെയുള്ള വാർത്തയല്ല, ചില മനുഷ്യരോടൊപ്പം നിന്നുകൊണ്ടുള്ള വാർത്തയാണ്. ആ വാർത്ത ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ അറിയിക്കുന്നത്. തീർച്ചയായും പക്ഷേ അത് ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം. ആർക്കും കയറി വന്ന് എന്തും ആരെക്കുറിച്ചും പറഞ്ഞു പോകാവുന്ന ഒരു ചാനലായിരിക്കില്ല റിപ്പോർട്ടർ TV എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്ക് 100% വിശ്വസിക്കാം. പറയുന്നതിൽ വാസ്തവം ഉണ്ടാവും. ഇനി ആരെങ്കിലും അവാസ്തവമാണ് പറയുന്നതെങ്കിൽ ആ അവാസ്തവം നമ്മൾ തുറന്നു കാട്ടും. അതാണ് ബാബുരാജിനെതിരെ ഒരു മൊഴി വന്നത്. ആ മൊഴി തന്നയാളോട് നമ്മളുടെ 3 ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിലെ ചില ദുരൂഹതകളൊക്കെ പുറത്തു വരികയും ചെയ്തു. അതുപോലെ മറ്റാര് പരാതി നൽകിയാലും തീർച്ചയായും അതിൻ്റെ വാസ്തവം പരിശോധിച്ച് മാത്രമേ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ വാർത്തകൾ എത്തിക്കൂ.